അങ്ങനെ കാത്തിരുന്ന നമ്മളുടെ ആപ്പിളിൻ്റെ ഇവൻറ്റ് ഫൈനലി കൺഫേമായി. കൃത്യം എക്സാക്ട്ലി പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ആപ്പിൾ ഐഫോൺ 12 ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു മൂഡിൽ നിന്ന് മാറി ഡിസംബറിലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജാനുവരി തൊട്ട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മളുടെ ഐഫോൺ 13 അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത്. 2020 എന്നുള്ളൊരു വർഷം ഒഴിച്ചു നിർത്തുവാണെങ്കിൽ ബാക്കി എല്ലാ വർഷത്തെ പോലെ തന്നെ ആപ്പിൾ സെപ്റ്റംബറിലാണ് ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഇവൻറ്റിനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോടാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ മലയാളത്തിൽ ആപ്പിളിനെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നമ്മളുടെ ചാനൽ അങ്ങനെ 100K എന്ന് പറയുന്ന ഒരു വലിയ മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്തേക്കാണ്. ഈ ഒരു അവസരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത, സ്നേഹിച്ച, എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്നോടൊപ്പം നിന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിക്കും, ഇതിനെല്ലാം ഉപരി ദൈവത്തോടും ഞാൻ നന്ദി പറയുവാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തോട് ചേർന്ന് നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ക്രൈറ്റീരിയസാണ് ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നമ്മൾ ഗീവ് അവേ ഫൈനലൈസ് ചെയ്യുന്ന ആ സമയം വരെ റിലീസ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾ കൃത്യമായിട്ട് ചുമ്മാ കമൻറ്റ് ചെയ്യുമല്ല, റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമല്ല, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതിൽ ആകെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം 2-3 ആൾക്കാർ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അതായത് ഞാൻ അതിലെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളൊരു ആപ്പിൾ യൂസർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് കേട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും അതിനു വേണ്ടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗീവ് അവേ എന്തായാലും നമ്മൾ ഇതിന് ശേഷം താമസിക്കാതെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ 7-ാം തീയതി വൈകിട്ടാണ്, ഇന്ത്യൻ സമയം വൈകിട്ടും അമേരിക്കൻ സമയം രാവിലെയാണ് ആപ്പിൾ ഈ ഒരു ഇവൻറ്റ് കൺഫേം ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ലീക്ക് വീഡിയോസിൽ ജോൺ പ്രോസർ അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു ആപ്പിൾ മിക്കവാറും 7th ഈ ഒരു ഇൻവിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം വരുന്ന കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആപ്പിൾ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് ട്യൂസ്ഡേ എന്ന് പറയുന്നത് 14-ാം തീയതിയാണ് ഇവൻറ്റ്. ഇനി നിങ്ങൾ ആപ്പിളിൻ്റെ സൈറ്റും അതേപോലെ തന്നെ ട്വിറ്ററും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു ഇമേജ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു വീഡിയോയും കാണാൻ സാധിക്കും. പക്ഷേ ആ വീഡിയോ ഞാൻ ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഇമേജിൽ എനിക്ക് ഒരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഐഫോൺ 13 വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ പ്രൊഡക്റ്റ്സാണ് നമ്മൾ ഈ ഇവൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഐഫോൺ 13, ആപ്പിൾ വാച്ച് സീരീസ് 7, അതേപോലെ തന്നെ എയർപോഡ്സ് 3, അതോടൊപ്പം തന്നെ ഐപാഡ് മിനിയും അല്ലെങ്കിൽ ഐപാഡ് 9 ജനറേഷനും, ഇത്രയും കാര്യങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐഫോൺ 13 തുടങ്ങാം. ഐഫോൺ 13 പറ്റി പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4 മോഡൽസ് തന്നെയാണ് കാണുന്നത്. ഐഫോൺ 13, 13 മിനി, 13 പ്രോ, 13 പ്രോ മാക്സ്. അതിൽ ഈ പറഞ്ഞ 4 ഡിവൈസുകളുടെയും സ്പെക്ക് എല്ലാം സെയിം തന്നെ. പക്ഷേ ഡിഫറൻസ് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ബാറ്ററി. ആപ്പിൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ ലാർജ് ബാറ്ററിയാണ് ഇത്തവണ ആപ്പിൾ 4 ഡിവൈസുകൾക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിളിൻ്റെ A15 എന്ന് പറഞ്ഞ പ്രൊസസ്സറായിരിക്കും ആപ്പിളിൻ്റെ ഐഫോൺ 13 പവർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ്. കാരണം A14 ആണ് 12 പവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ A15 ആയിരിക്കും 13 പവർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ഫെൻട്രോൺ എന്ന് പറയുന്ന ട്വിറ്റർ ബേസ് ലീക്കറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് A15 എന്ന് പറയുന്ന പ്രോസസ്സർ അതിൻ്റെ GPUവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള A14 13.9% പെർഫോമൻസ് ഇൻക്രിമെൻ്റാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മൻഹാട്ടൻ 3.1 എന്ന് പറയുന്ന ഒരു GPU ബെഞ്ച് മാർക്കിംഗ് ടെസ്റ്റിൽ ഐഫോൺ 13 A15 വെച്ചുള്ള ഒരു ടെസ്റ്റിൽ, അതും ജൂലൈയിലുള്ള ആപ്പിളിൻ്റെ ഐഫോൺ 13 സാമ്പിൾ പ്രൊഡക്റ്റിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. അതിൽ കിട്ടിയ GPUവിൻ്റെ സ്കോർ എന്ന് പറയുന്നത് നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുമ്പം 198 FPS ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം കറൻ്റ്ലി ഉള്ള ഐഫോൺ 12 അല്ലെങ്കിൽ A14 കമ്പയർ ചെയ്യുമ്പം അതിൽ 30 FPS ഇൻക്രിമെൻ്റ് ആണ് ഉള്ളത്. അതായത് A14 അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള GPU പെർഫോമൻസ് എന്ന് പറയുന്നത് 170 FPS ആണ്. 170 കമ്പയർ ചെയ്യുമ്പം A15 198 ആണുള്ളത്. അതും ജൂലൈയിൽ ഇറങ്ങിയ അതിൻ്റെ ഒരു സാമ്പിൾ ഡിവൈസ്
ഡിവൈസിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്കോറാണ് 198 എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഫീച്ചറാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി. ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നൈറ്റിൽ നമ്മൾ സ്കൈസിനെ ഒക്കെ, അതായത് നക്ഷത്രങ്ങളെ, പ്ലാനറ്റ്സിനെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിനാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നൈറ്റിൽ. അപ്പം നിങ്ങൾക്കറിയാം DSLR ഒക്കെ വെച്ച് നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഐഫോണിൻ്റെ ക്യാമറാസ് ഉപയോഗിച്ച് നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിക്കും, അല്ലെ? അതാണ് ആ ഒരു ഫീച്ചറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് iPhone 13 ക്യാമറാസും വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ iPhone 12 ഇച്ചുകൂടെ മച്ച് ബിഗർ അല്ലെങ്കിൽ മച്ച് ബെറ്റർ ക്യാമറാസ്, സെൻസേഴ്സാണ് iPhone 13 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ചെറിയൊരു ഈസ്റ്റർ എഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ഈ ഒരു ഇവൻറ്റിലും നമ്മൾ ആ ഒരു ഇവൻറ്റിൻ്റെ ഫോട്ടോസിലും വീഡിയോസിലും അത് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും അവസാനം പലരും വലിയ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സാറ്റലൈറ്റ് കോളിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി iPhone 13 ലഭിക്കും എന്നുള്ളത്. അപ്പം എന്താണ് സാറ്റലൈറ്റ് കോളിംഗ്? സാറ്റലൈറ്റ് കോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് കവറേജ് അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക്സ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡയറക്റ്റ്ലി സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എമർജൻസി കോളും അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും അയക്കാൻ സാധിക്കും. പൊതുവായിട്ട് നോക്കുവാണെങ്കിൽ സാറ്റ് ഫോൺസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അത് കൂടുതലും വലിയ വലിയ ബിസിനസ് സംബന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ സാറ്റ് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നത്. കാരണം ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് LEO എന്ന് പറയുന്നത്, ലോ എർത്ത് ഓർബിറ്റ്. ഈ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്കാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മോഡമാണ്. നമ്മൾ iPhone 13 ആപ്പിൾ ഉപയോഗിക്കാൻ പോകുന്ന മോഡം എന്ന് പറയുന്നത് ക്വാൽക്കത്തിൻ്റെ X60 എന്ന് പറയുന്ന ചിപ്പാണ്. അതിനാണ് ഈ ഒരു ഇച്ചിരി കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു X60 ചിപ്പായിരിക്കും ആപ്പിൾ iPhone 13 ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലിയോ സാറ്റലൈറ്റ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സാറ്റലൈറ്റ് കോളിങ്ങിന് സൗകര്യം ഉണ്ടാകുന്നത്. സാറ്റലൈറ്റ് കോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് എമർജൻസി മാത്രമേ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാവരെയും നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഈ ഒരു ഫീച്ചർ ലഭിക്കുകയാണെങ്കിൽ ഇപ്പം കറൻ്റ് ലഭിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യത ഉള്ളത് നോർത്ത് സൗത്ത് അമേരിക്ക, അതേപോലെ തന്നെ കൊറിയ, ജപ്പാൻ, നോർത്തേൺ ഏഷ്യ, ഈ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂറോപ്പിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആഫ്രിക്കയിലും അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതാണ് നമ്മളുടെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള, ഈ രാജ്യങ്ങളിലൊന്നും തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കുന്നതല്ല. അത് മാത്രമല്ല ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം സാറ്റലൈറ്റ് കോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ഡാറ്റ പ്ലാൻ പോലെ നമുക്ക് റീചാർജ് ചെയ്ത് നിസ്സാര പൈസയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. ഇതൊന്നും ഫ്രീ ആയിട്ടുള്ള സർവീസ് അല്ല. കാരണം ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നമ്മൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെവലിലേക്കേ പോകത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സാറ്റലൈറ്റ് കോളിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് സംവിധാനത്തിലേക്ക് വരുമ്പം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പോളണ്ടിനെ പറ്റി ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ. പിന്നീട് ഏറ്റവും അവസാനം നമ്മൾ ഈ ഇവൻറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റ് കുറച്ച് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ എയർപോഡ് 3rd ജനറേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും ആദ്യമായിട്ട് ആപ്പിൾ എയർപോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതുപോലെ ഒരു ഇവൻറ്റിലാണ്. അതിന് ശേഷം ഇറങ്ങിയ എയർപോഡ്സ് പ്രോയും എയർപോഡ്സ് 2nd ജനറേഷനും ഒന്നും തന്നെ ആപ്പിൾ ഒരു ഇവൻ്റായിട്ട് കണ്ടക്ട് ചെയ്തില്ല. അതിന് പകരം അതൊക്കെ ഒരു പ്രസ് റിലീസിലൂടെ ജസ്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഈ എയർപോഡ്സ് 3rd ജനറേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യസ്തമാണ്. കാരണം അതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ എയർപോഡ് പ്രോടെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി കാണത്തില്ല. പക്ഷേ അതിന് നമുക്ക് നമ്മളുടെ ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ സ്പേഷ്യൽ ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണും. മൂന്നാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മളുടെ iPad 9th ജനറേഷൻ, അതേപോലെ തന്നെ iPad mini 6th ജനറേഷൻ എന്ന് പറയുന്നത്. അതിൽ iPad 9th ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ബേസിക് ലെവൽ iPad എന്ന് പറയുന്നത് 8th ജനറേഷനാണ്. അതിൻ്റെ നെക്സ്റ്റ് വേരിയൻ്റ് ആയിരിക്കും. അതിന് പെർഫോമൻസിൽ അതേപോലെ തന്നെ ആ ഒരു ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ പ്രോസസ്സറിൽ ചിപ്സെറ്റിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരും. നെക്സ്റ്റ് സക്സസർ ആയിട്ടുള്ള ഒരു ചിപ്പായിരിക്കും അതിൽ നമുക്ക് വരാൻ പോകുന്ന A13 ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് iPad miniയാണ്. iPad mini 6th ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് iPad Air, ഇപ്പം നമുക്കറിയാം iPad Air ഷ്രിങ്ക് ചെയ്ത് ഒരു ഇച്ചിരി കൂടെ സൈസ് കുറച്ചാൽ എങ്ങനെയിരിക്കും ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള എന്നാൽ ഡിസ്പ്ലേക്ക് എഡ്ജി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കും iPad mini എന്ന് പറയുന്നത്. അതേപോലെ അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് A14 ബയോണിക്കാണ്. അത് 4 to 6 GB റാം വരുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അതിൽ USB Type-Cയും ആപ്പിൾ പെൻസിൽ 3rd ജനറേഷൻ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മേ ബി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന
റിലീസ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഐപാഡ് മിനി 6th ജനറേഷനെ പറ്റി പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ആപ്പിൾ വാച്ച് 7th ജനറേഷൻ. 7th ജനറേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നില്ല. അപ്പം 7th ജനറേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റി ആയിട്ടുള്ള ന്യൂ ഡിസൈനാണ്. നമ്മൾ iPhone 12 കണ്ട പോലത്തെ ആ ഒരു ബോക്സി ഡിസൈൻ വരുന്ന ഒരു ആപ്പിൾ വാച്ച് ആയിരിക്കും ആപ്പിൾ വാച്ച് സീരീസ് 7 എന്ന് പറയുന്നത്. ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റേർണൽസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരം കാണാറുള്ള സെൻസേഴ്സ്, നമ്മളെ ഹാർട്ട് റേറ്റ് സെൻസർ, അതേപോലെ തന്നെ നമ്മളുടെ ECG, SpO2, ഇതിലെല്ലാം ഉപരി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഒരു പുതിയ സെൻസറും ആപ്പിൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ലീക്സ് അനുസരിച്ച് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ, Milan. Catch you guys next video. Till then, peace.